തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിപ്പോൾ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു. ഒരാളെ UDF ഒരു അംഗത്തെ സ്വാധീനിക്കാൻ 50 ലക്ഷം രൂപയാണ് ആളെ പുറത്ത് കളഞ്ഞു. ആൾ അപ്പുറത്ത് വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ കൊടുത്തിട്ട്. ഇത് തന്നെയാണ് മറ്റത്തൂരിൽ നടന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക, എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ BJP രീതിയിൽ പരിശ്രമിക്കുക. CPM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അവിടെയും മറ്റത്തൂരിലും കണ്ടത്. മറ്റത്തൂരിലും വടക്കാഞ്ചേരിയിൽ കണ്ട അതേ കാര്യമാണ് നടന്നത്. എന്നിട്ട് തെറ്റായ പ്രചരണം കൊടുത്തു. 8 കോൺഗ്രസ് അംഗങ്ങൾ BJPയിൽ ചേർന്നു. ഒരു കോൺഗ്രസ് അംഗവും BJPയിൽ ചേർന്നില്ല എന്ന് ഞാനാ പറഞ്ഞത്. അപ്പോഴാണ് അറിയുന്നത്. ഒരാളും പോയിട്ടില്ല. ഒരാളും. തൊടുപുഴയിൽ 16 വയസ്സുള്ള മകൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അയാളുടെ ഉമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒരു മരിച്ചുപോയൊരു സഖാവിൻ്റെ ഭാര്യയായിരുന്നു. അവർക്കൊരു സാധാരണ ജോലി, അവർ കുടുംബം പുലർത്തുന്ന ആ ജോലി വെച്ചിട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി 16 വയസ്സുള്ള മകൻ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട പാർട്ടിയാണ് CPM. ആലോചിച്ച് നോക്കിയേ ഏത് തരത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി RSSനെ പ്രതിരോധിക്കുന്നത് CPM ആണെന്ന് പറയുകയാണ്. നല്ല തമാശയാണ്. RSSൻ്റെ കൂടി പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് 77 ജയിച്ചു വന്ന MLA ആണ് ശ്രീ പിണറായി വിജയൻ. ആരോരും അറിയാതെ ഔദ്യോഗിക കാറ് മാറ്റി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളുമായി ചർച്ച നടത്തിയ നേതാവാണ് പിണറായി വിജയൻ. BJP സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി അജിത് കുമാറിനെ വിട്ട് പൂരം കളിക്കിയ ആളാണ് പിണറായി വിജയൻ. BJPക്ക് ജയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താണ്. CPI നേതൃത്വം പോലും അത് പറഞ്ഞല്ലോ. അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, വേറെ ഗൂഢാലോചന ഉണ്ടായി എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. BJP പറയുന്നതനുസരിച്ചിട്ടാണ്. BJP പറയുന്നതനുസരിച്ച് മാത്രം RSSും പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ. എന്നിട്ടിപ്പോൾ ചില ആളുകളെ കൊണ്ട്, ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിപ്പോൾ LDF കലാപമായി. ഇപ്പോൾ CPI പറഞ്ഞു. CPI നേതാവിനെ ചതിയൻ ചന്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPI നേതാവിനെ, ഘടകകക്ഷിയുടെ ഏറ്റവും വലിയ നേതാവിനെ വരെ ചീത്ത വിളിപ്പിക്കുകയാണ്. വേറെ ആളുകളെ കൊണ്ടുവന്ന് ചീത്ത വിളിപ്പിക്കുകയാണ്. എന്നിട്ടിപ്പോൾ അവർ മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ്. എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ SNDPക്ക് SN ട്രസ്റ്റിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. എന്നിട്ടൊരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ്? വല്ല തെറ്റും ചോദിച്ചോ? അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് പറയുന്ന 3 ജില്ലകളിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് ചോദിച്ചു. കിട്ടിയില്ല എന്ന് പറഞ്ഞു. 10 കൊല്ലമായിട്ട് പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്, അപ്പോൾ തരാത്തത് അദ്ദേഹമല്ലേ എന്നാണ് ചോദിച്ചത്. ആ ഗവൺമെൻറ് അല്ലേ? ഇനി ആ ഗവൺമെൻറ് വരണം എന്ന് പറയുന്ന ആൾ ഇനി ആ ഗവൺമെൻറ് വന്നാൽ കിട്ടുമോ? അതല്ലേ ചോദിച്ചത്. അത് ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തുടരട്ടെ, അത് തുടരുന്നതാണ് നല്ലത്, നിർത്തണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും നടത്തണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതങ്ങനെ നടത്തിപ്പോകട്ടെ. എവിടെ എത്തി നിൽക്കുന്നു? ടീം UDF ആയി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ LDF ആണ് മറുവശത്ത്. ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോട് കൂടി LDF ശിഥിലമാവുകയാണ്. ടീം UDF സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള രാഷ്ട്രീയ വിശകലനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.